ഹായ്, നമുക്ക് ദാ ഇവിടെ സെറി ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റത്തൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ബേസിക്കായുള്ള ചെയിൻ സ്റ്റിച്ചിനകത്ത് ബീഡ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ബീഡ്സ് വർക്ക് ചെയ്യുന്ന നീഡിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് അയൺ നീഡിലാണ്. എന്നിട്ട് നമുക്കിതാ ഒരു സ്റ്റാർട്ടിംഗ് നോട്ട് ഇട്ട് കൊടുക്കാം. സ്റ്റാർട്ടിംഗ് നോട്ട് ചെയ്യുന്നതും ബേസിക്കായുള്ള ചെയിൻ സ്റ്റിച്ച്, അതുപോലെ തന്നെ എൻഡ് നോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കാം. അത് കണ്ടതിന് ശേഷം ഇതിനകത്തേക്ക് വരാം. ഇനി നമുക്ക് ആ ഒരു ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് മറ്റൊരു ലൂപ്പ് എടുത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റിച്ച് വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ബീഡ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ബീഡിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ അടുത്ത ഒരു സ്റ്റിച്ചും കൂടെ എടുത്ത് കൊടുക്കാം. നമ്മളിതാ അതിൽ നിന്ന് ഒരു ലൂപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ആ ഒരു അളവിൽ തന്നെ കറക്റ്റായിട്ട് വീണ്ടും ആ ഒരു ത്രെഡ് ഇത്രയും ലെങ്ത്തിൽ പിടിച്ചിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലൂടെ അടുത്ത ലൂപ്പ് എടുത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു ബീഡ് ഇട്ട് കൊടുക്കണം. ഫ്രെയിമിൻ്റെ അടിയിൽ നമ്മൾ ആ ഒരു ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ അടുത്ത ലൂപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ അടുത്ത ലൂപ്പ് എടുത്ത് അതിനകത്തേക്ക് നേരത്തെ ചെയ്ത പോലെ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിലുകളെ കുറിച്ചിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ബീഡ്സ് ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തോ തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഒരു ഫ്രെയിമിൻ്റെ അടിയിലുള്ള ആ ഒരു നൂല് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അത് അഴിഞ്ഞു പോകുന്നോളും. പിന്നെ നമുക്കത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് അത് ഒരേപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചുകൾ വരാനായിട്ട് ശ്രദ്ധിക്കാത്തുള്ളൂ മാത്രമേ ഉള്ളൂ. അത് ഒരു ഫിനിഷിങ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൻ്റെ എൻഡ് നോട്ട് ഇട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ നോട്ട് എങ്ങനെയാണെന്ന് ഞാൻ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.